അടിപൊളി ഒരു മഷ്റൂം തീയൽ ഉണ്ടാക്കിയാലോ. അതിന് ആദ്യം തന്നെ നമ്മളൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിനകത്ത് കടുകും ഉലുവയും ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നതിന് ശേഷം തേങ്ങാക്കൊത്തിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ കളറാകുമ്പം അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നത് ചതച്ച് വെച്ചേക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയാണ്. ഇത് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അത് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ കഴുകി മുറിച്ച് വെച്ചേക്കുന്ന മഷ്റൂം പീസസായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുക. മഷ്റൂം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അറ്റ് ദ മൊമെൻറ്റ്. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങ വറുത്തരയ്ക്കാൻ പോവാണ്. അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയ്ക്കകത്തോട്ട് ഞാൻ ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് മിക്സാക്കി വെളിച്ചെണ്ണയിൽ എല്ലായിടും എത്തുന്ന പോലെ മിക്സാക്കുക. ഇനി നല്ലോണം കടുകോര. പിന്നെ ഈ ടൈമിൽ തന്നെ നമ്മൾ കുറച്ച് വറ്റൽമുളകും ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള പൊടികൾ ഇതിനകത്ത് ആഡ് ചെയ്യാണ്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഒരു പിടി പുളി എടുത്തിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിനി തേങ്ങ അരച്ചെടുക്കുന്നത് ഈ പുളിവെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് കേട്ടോ. പുളിവെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മഷ്റൂമിനകത്തോട്ട് ഈ തേങ്ങ അരപ്പിടുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസ് ചോദിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.